ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചേക്കുവാണ്. നമ്മൾ കുറേ നാളായി യാത്ര പോയിട്ട് ഒരു 5-6 മാസം വെച്ചിരിക്കും നമ്മൾ നല്ലൊരു യാത്ര ചെയ്തിട്ട് കേട്ടോ. കഴിഞ്ഞ നല്ലൊരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂൻസ്ലാൻഡ് ട്രിപ്പായിരുന്നു. അതിനുശേഷം നമ്മൾ മര്യാദക്ക് നല്ല യാത്രയൊന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു ഹൗസ് ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ കാലത്തെ നമ്മൾ ഏർലി മോർണിംഗ് 6 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മോർണിംഗ്ടൺ പെനിൻസുല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വിക്ടോറിയയിൽ. അപ്പം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ്ടൺ പെനിൻസുലയിലും നാളെ ഫിലിപ്പ് ഐലൻഡിലേക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കേബിൾ കാർ റൈഡ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ അകലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം തുടങ്ങിയുള്ള ഭാഗങ്ങൾ കണ്ടിട്ട് പോയോ, എന്നിട്ട് നമുക്ക് തുടരാം. കണ്ടില്ലേ കേബിൾ കാർ. അപ്പോ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ലൈറ്റ് ഓക്കെ. ഇവിടെ രാത്രി നല്ല ചൂടും രാവിലെ മഞ്ഞ്, കോടമഞ്ഞ്. അങ്ങനെ നമ്മള് ആർത്തേഴ്സ് സീറ്റ് ഈഗിൾ ബേസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കട്ടോ. നമ്മള് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് 3 മണിക്കൂർ ഏകദേശം ആയിട്ടാ, 2.25 മണിക്കൂർ ആയിട്ടിരിക്കും. വണ്ടി ഇവിടെ നിർത്തിയില്ല, നേരെ വിട്ട് പോരുക ചെയ്തത്. അപ്പൊ നമ്മള് 9 മണിക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കാലത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് ഭക്ഷണം കഴിക്കണം. ശരിക്കും നമ്മളിപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. 10 മണിക്കാണ് ഇവിടെ തുറക്കുന്നത് കേട്ടോ. ഇവിടെ ഈഗിൾ ആർത്തേഴ്സ് ഈഗിൾ സീറ്റ്, ഈ പറഞ്ഞ സ്ഥലം ഞാൻ എഴുതി കാണിക്കാം, പേര് പറഞ്ഞത്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് കുറേ ഏരിയ വൈഡായിട്ട് കാണാൻ വേണ്ടി പറ്റും മോർണിംഗ് പെനിൻസുലയുടെ. അപ്പോൾ നമുക്കിവിടെ ഒരു കേബിൾ കാർ ഉണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുകയും ചെയ്യാം കേട്ടോ. 14 മീറ്ററാണ് സീ ലെവലിൽ നിന്ന് നമ്മൾ എബവ് ചെല്ലുന്ന കേട്ടോ മേലിലേക്ക്. അപ്പോൾ അവിടെ മേളിൽ നിന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാസ്റ്റ് ഏരിയയിൽ നമുക്ക് വ്യൂ കിട്ടും. Papa, I made a cube. Oh, that's super. That's right. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഒരാൾക്ക് ഏകദേശം $30 ഉണ്ട് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ. നമുക്ക് ഒരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ $22, റിട്ടേൺ വരുവാണെങ്കിൽ $29.90 കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ അടക്കം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറിയ സമയത്ത് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു കേട്ടോ. അതായത് നമ്മളൊരു ബെഞ്ചിനിൽ ഇരുത്തിയിട്ട് നമ്മുടെ ഫാമിലി മുഴുവനായിട്ട് ഒരു ഫോട്ടോ എടുത്തു. നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഫോട്ടോ ഇഷ്ടപ്പെട്ട, അതായത് ഇവര് കമ്പ്യൂട്ടറിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെയുള്ളൊരു ആ ഒരു സെറ്റപ്പിലാക്കി ആക്കി തരും. $22 അങ്ങനെ ഫോട്ടോ പ്രിന്റ് ഔട്ട് ചെയ്യുന്നതിന് കേട്ടോ. ഫ്രണ്ട്സ്, ഇതുണ്ടോ നമുക്ക് എല്ലായിടത്തും ഉള്ള പോലെ തന്നെയും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, അതായത് ഇവിടുത്തെ റിസപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊടുത്ത് ആ ഫോട്ടോ വാങ്ങിക്കാം. കണ്ടോ, ഇതാണ് ശരിക്കും വേണമെങ്കിൽ ആൾക്കാരെല്ലാവരും ബെഞ്ചിലിരിക്കുവാണ്, അവർ എഡിറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് ആക്കി വെച്ചേക്കുക. ഇങ്ങനെ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $22. Mount Buller, yeah. Buller. Yeah. Okay, boys and girls. Now the doors open close automatically. You have to hop off when you get to the top, okay? Yeah. ഓസ്ട്രേലിയയിൽ വന്നിട്ട് 2ാമത്തെ കേബിൾ യാത്ര കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ ഒരു ഒരെണ്ണം പോയിട്ടുണ്ട് മൗണ്ട് ബുള്ളറില്. അതില് ഫുള്ള് സ്നോ മൗണ്ടൻ ആയിരുന്നു, സ്നോവിന്റെ മേളിൽ കൂടിയായിരുന്നു അന്നത്തെ യാത്ര. ഇന്നിപ്പോ സമ്മറാണ്, ഇവിടെ സ്നോ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് നോക്കാം. പിന്നെ ഇഷ്ടമാണോടി? You love it? അങ്ങനെ നമ്മള് ഉയരങ്ങളിലേക്ക് നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടിയായിട്ട് ഒരു കഫേയാണ് കേട്ടോ. കഫേ എഴുതിയിട്ടുണ്ട്, ഒരു ചെറിയ കടയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ, ടോയ്സും അതുപോലുള്ള സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിക്കാം. നമ്മൾ ഈ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പുകളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇവിടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങണം. ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ബോർഡ് കണ്ടോ. ഇതുണ്ടോ,
മെൽബണിലേക്ക് 85 കിലോമീറ്റർ, പിന്നെ പെനിൻസുല ഹോട്ട് സ്പ്രിങ് 75, ബീജിങ് ചൈനയിലേക്ക് 9172 കിലോമീറ്റർ, ന്യൂയോർക്ക് 16,683 കിലോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ ടോക്കിയോ 8,200 അത്രയും കിലോമീറ്റർ, അന്റാർട്ടിക്ക 6,000 കിലോമീറ്റർ. കൊള്ളാട്ടോ സംഭവം ഈ ബോർഡ്. അതായത് ഇവിടെ നിന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കുള്ള എന്താ ഡിസ്റ്റൻസാണ് എഴുതി വെച്ചേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കണം. അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ പാർക്കിൻ്റെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എന്താ അവിടുത്തെ കാഴ്ചകളെന്ന്. പിക്നിക് ഏരിയ 5 മിനിറ്റ്, സമ്മിറ്റ് ലുക്ക് ഔട്ട് 6 മിനിറ്റ്. നമുക്ക് എന്തായാലും സമ്മിറ്റ് ലുക്ക് ഔട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം. ഫ്രണ്ട്സ്, ഇതുണ്ടോ, ഇത് ഒരു ഡേ അഡ്വഞ്ചറിനുള്ളൊരു സ്ഥലമാണ്, എൻചാൻറ്റഡ് അഡ്വഞ്ചർ. ഓക്കെ, നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യണം, കുറേ ടൈം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യണം അതിൻ്റെ അകത്തുള്ള ഓരോ റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും അതിനുള്ള സമയമില്ല. നമുക്ക് ഇന്നത്തെ പ്ലാനിൽ വേറെ പല കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ഈഗിൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. പോകുന്ന വഴി ഈ ചുരത്തിൻ്റെ മേളിൽ കൂടി തന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ലുക്ക് ഔട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വാക്കിംഗ് ട്രെയിൽസിന്റെ എൻഡിൽ എത്തുമ്പോഴും ലുക്ക് ഔട്ട്. അതെ, കാണിച്ചു തരാമേ. സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ സൂപ്പർ വ്യൂ കേട്ടോ, അടിപൊളി. നോക്കി കടലിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ, വെള്ളത്തിൻ്റെ ആകാശവും കടലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒന്നിച്ച് കിടക്കണം അല്ലേ? അതെ, ബ്ലെൻഡ് ആയിട്ട് കിടക്കും. അത് ക്ലൗഡി ആയതുകൊണ്ടാണ് അങ്ങനെ. ഫ്രണ്ട്സ്, ഇതുണ്ടല്ലേ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ട്രീസിനെ മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇതുണ്ടല്ലേ ഇവിടെ സമ്മിറ്റ് സർക്യൂട്ട് വാക്ക് 1 hour, അതുപോലെ തന്നെ മാത്യു ഫ്ലിൻഡേഴ്സ് കെയിൻ 90 മീറ്റർ 2 മിനിറ്റ് വോക്ക്. നമുക്ക് എന്തായാലും 2 മിനിറ്റ് വോക്ക് അവിടെ എന്താണ് സെറ്റപ്പ് എന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ ആൾക്കാരുടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടേ. കാറുകളെ പറ്റി എന്തോരം കേട്ടാലും കണ്ടാലും മതി വരാത്തതേ. സൂരജിന് വഴിയെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കാർ മ്യൂസിയത്തിലെത്തിയേ. ഫ്രണ്ട്സ്, കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരുടെയും ഒരു വീക്ക്നെസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാർ മ്യൂസിയം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ വിട്ടിടിച്ച് പോകാറ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാർ മ്യൂസിയം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറേ കാറുകളും കിടക്കുന്നുണ്ട്. അതാണ് റോഡ് അവിടെ. അപ്പോൾ പോകുന്ന വഴിക്ക് കാറുകൾ കണ്ടു, കാർ മ്യൂസിയം കണ്ടു. വന്നാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതല്ലേ, ഇതാണ് ഓസ്ട്രേലിയൻ കമ്പനി കേട്ടോ, ഹോൾഡൻ എന്നാണ്. ഈ കണ്ടോ ആ ഒരു എംബ്ലം കണ്ടോ, ഹോൾഡൻ ആണ്. അപ്പം ഇതൊക്കെ 8 വണ്ടിയാണ് ഇതെല്ലാം. ഓരോ വിൻറ്റേജ് വണ്ടി ചെയ്ത ബ്രാൻഡാണ് അറിയില്ല. എനിക്ക് തോന്നുന്നത് കഫേ കൂടിയാട്ടാ തോന്നുന്നേ. അടിപൊളി, നോക്കി. പിന്നെ നമുക്ക് അറിയാത്ത ഏതൊക്കെയോ ബ്രാൻഡുകളുണ്ട് കേട്ടോ. BE1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ട് അവിടെ. ബ്രാൻഡാണോ കാറിന്റെ പേരാണോ എന്ന് അറിയില്ല. ആ, കാർ മ്യൂസിയം ടു കാർ മ്യൂസിയം. കാർ മ്യൂസിയത്തിന്റെ അകത്തേക്ക് ഇതാ വെച്ചാ റോവർ, ലാൻഡ് റോവറിന്റെ ആദ്യത്തെ കമ്പനി ആയിരിക്കും റോവർ. റോവറിന് എഴുതിയിട്ടുണ്ട് തമ്മിൽ. അപ്പോൾ കാർ മ്യൂസിയം ജസ്റ്റ് ഒന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. എന്നാലും നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, ചോക്ലേറ്റ് ഫാക്ടറി. പോയേക്കാം ചോക്ലേറ്റ് ഫാക്ടറി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോർഡ് കണ്ടുട്ടാ, ബോണിംഗ്ടൺ പെനിൻസുല നാഷണൽ പാർക്ക്. അതിന്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ആയിട്ടാ. ഫുള്ള് കാട് തന്നെയാണ്. അതിന്റെ ഇടക്കിടക്ക് നല്ല പച്ചപ്പ്.
നല്ല കിടിലൻ പച്ചപ്പ്. സമ്മർ ആണെന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല. അതെ, ഇത് നമ്മൾ യൂറോപ്പിലൊക്കെ കൂടി പോകുന്ന ആ ഒരു ഇത് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സമ്മർ ആകുമ്പോ ഈ മരങ്ങൾ ഉണങ്ങി പോകുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഫുള്ള് നല്ല പച്ചപ്പട്ടോ. ഈ അയർലൻഡ് UK കൂടി യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫീല്. അടിപൊളി. എന്നാ വെതർ സൂപ്പർ ആട്ടോ. വെതർ ഒരു രക്ഷയില്ല. 21 ഡിഗ്രിയാണ് നമ്മളുടെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് 21 ഡിഗ്രി ആയിട്ട് തോന്നില്ല. ഒരു 16-17 ഡിഗ്രി ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. അത് നല്ല കംഫർട്ടബിൾ വെതർ. നമുക്ക് ജാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, ചൂടും ഇല്ല, തണുപ്പും ഇല്ല. അല്ല, തണുപ്പുണ്ട്, ചെറിയ നേരിയതായിട്ട് തണുപ്പ്. ഒത്തിരി പേര് ഇവിടെ സൈക്കിൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട വൈൻയാർഡ്സ് ഒക്കെ സൂപ്പർ വൈൻയാർഡ്സ്. ശരിക്കും മുന്തിരി ആവാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നതോട്ടോ. ഫെബ്രുവരി ലാസ്റ്റ് തുടങ്ങി ഏപ്രിൽ അവസാനം വരെ അങ്ങനെ ആ ഒരു സമയത്താണ് ശരിക്കും മുന്തിരി ഹാർവെസ്റ്റിന്റെ സമയം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുന്തിരി കാഴ്ച തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ഫ്ലിൻഡേഴ്സിൽ എത്തിയിട്ടാ, മോർണിംഗ്ടൺ പെനിൻസുലയിലുള്ളത്. അപ്പോൾ ഫ്ലിൻഡേഴ്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു ടൗണാണ്. നമ്മൾ ടൗണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിറ്റിയിൽ കൂടി ഒന്ന് നടക്കുവാണേ. ചെറിയ ചെറിയ ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ കേട്ടോ. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാം. ഒരു ആൻറ്റിക്സ് കട, നമുക്ക് അതിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കാം കേട്ടോ. നല്ല നല്ല കാഴ്ചകളുണ്ടാവും. ഈ പറഞ്ഞ ചെറിയ ചെറിയ ടൗണുകളിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ആൻറ്റിക്സ് കടകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കാഴ്ചകളുണ്ടാവും. പഴയ പഴയ സാധനങ്ങളും അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ എല്ലാം ഉണ്ടാവും. നമ്മൾ ആൻറ്റിക്കിൽ കയറി വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവർ വീഡിയോ നിർത്തിച്ചിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പക്ഷേ നല്ലൊരു അമ്മച്ചിയായിരുന്നു കേട്ടോ. നമുക്ക് അമ്മച്ചി ഇവിടുത്തെ മാപ്പെല്ലാം തന്നു. അത് നമ്മുടെ ഇൻഫർമേഷൻ ഇതിൻ്റെ അത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മാപ്പെല്ലാം ഉണ്ട്. എന്തൊക്കെയാണ് ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നൊക്കെ എല്ലാം ഇതിൻ്റെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീടാണ് തോന്നുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ വേലി കണ്ടോ, മരത്തിൻ്റെ ചെറിയ ചെറിയ ചുള്ളിക്കമ്പ് പോലത്തെ സെറ്റപ്പ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന വേലിയാണേ. ഫ്രണ്ട്സ്, നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, നീലവണ്ടി. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഇതാണ് ചെറിയ കുഞ്ഞ് ടൗൺ. നല്ല ക്യൂട്ട് ലിറ്റിൽ ടൗൺ കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആൻഡ് നല്ല ടൂറിസം ആംബിയൻസ് ഉള്ള ടൗൺ കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മളുടെ മോർണിംഗ്ടൺ പെനിൻസുല ചോക്ലേറ്ററി ആൻഡ് ഐസ്ക്രീം. ഇത് നമുക്ക് നോക്കാം. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. അങ്ങനെ കുറച്ച് ഐസ്ക്രീമും ഷേക്കെല്ലാം വാങ്ങിയിട്ടാ. ഇതാണ് ചോക്ലേറ്റ് ഷേക്ക് നമ്മൾ വാങ്ങിയത്. എങ്ങനെയുണ്ടാ മച്ചി ചോക്ലേറ്റ് ഷേക്ക്? എങ്ങനെയുണ്ടാ പക്ഷേ ബേബി ഇഷ്ടപ്പെടാടി? ലൂക്കാച്ച് ഇഷ്ടപ്പെടാ? ഇതാണോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഐസ്ക്രീമും ഷേക്കെല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയിട്ടാ. പക്ഷേ ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് വലുതായിട്ട് പറയാനൊന്നുമില്ല. എന്തായാലും വാങ്ങിച്ചു, കഴിച്ച് ഇറങ്ങിയിട്ടാ.